നോമ്പുകാരന് പ്രധാനമായും രണ്ട് സന്തോഷമുള്ളത്. ഒന്ന് ഇഫ്താർ സമയത്തെ സന്തോഷവും, മറ്റൊന്ന് ഈ നോമ്പ് സ്വീകരിച്ച നോമ്പുമായി സൃഷ്ടാവിൻ്റെ അടുത്തെത്തുമ്പോഴുള്ള സന്തോഷം. ഇതിൽ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നത് ഇപ്പം ഇഫ്താർ സമയത്തെ സന്തോഷമാണ്. പകൽ മുഴുവൻ വിഭവസമൃദ്ധമായ ഒരുപാട് വിഭവങ്ങൾ ലഭ്യമായിട്ടും യാത്രക്കിടയിലും വീട്ടിലും ചുറ്റുവട്ടങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റുന്ന എല്ലാ അന്നപാനീയങ്ങളും വിഭവങ്ങളും ഇഷ്ടമുള്ളതും എല്ലാം ലഭ്യമായിട്ടും അതിലേക്കൊന്നും നോക്കാതെ, അതിൽ ശ്രദ്ധ കൊടുക്കാതെ ആ നോമ്പുതറ സമയം വരെ കാത്തിരുന്നുകൊണ്ട് ആ സമയത്ത് അത് ലഭ്യമാകുമ്പോൾ അത് പ്രത്യേകം പറയുന്നുണ്ടല്ലോ, നോമ്പുകാരനും ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഖുർആനും നോമ്പും ശുപാർശകനായി വരും. എന്നിട്ട് യാ റബ്ബ്, എൻ്റെ രക്ഷിതാവേ എന്ന് വിളിച്ചിട്ട് നോമ്പ് പറയും, ഇവൻ പകൽ മുഴുവനും പട്ടിണി കിടന്നവനാണ്, ഇവനക്ക് ശുപാർശ ചെയ്യണം എന്ന് പറയും. സമയമായാൽ നോമ്പുറക്കണം തന്നെയാണല്ലോ. കഴിഞ്ഞാൽ പിന്നെ അതിൽ വെയിറ്റിംഗ് ഉണ്ടാവരുത്. സമയത്തിന് ഉടനെ നോമ്പ് സമയമായാലാണ് നോമ്പുറക്കേണ്ടത്. അതുകൊണ്ട് ബാങ്ക് വിളിച്ചാലല്ലല്ലോ. അതെ, ബാങ്ക് പല പള്ളിയിൽ നിന്നും പല സമയത്ത് ബാങ്ക് കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ഇഫ്താർ സംഗമൊക്കെ നടക്കുമ്പോൾ അവിടെ കേൾക്കുന്ന എല്ലാ ബാങ്ക് അനുസരിച്ചും നോമ്പറക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂടിയാൽ ആളെ നോമ്പ് നഷ്ടമാവും. സമയമാവാതെ ഏതെങ്കിലും പള്ളിയിൽ നിന്ന് ബാങ്ക് വന്നിട്ട് അതനുസരിച്ച് ഒരു വിശ്വാസി നോമ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ നോമ്പ് പോയല്ലോ. സമയമായിട്ട് ഇനി ഒരാൾ ബാങ്ക് കൊടുത്തില്ല, ഒരു ഇതിൽ ബാങ്കൊന്നും കെട്ടില്ല, എന്നാൽ നോമ്പ് തുറക്കണ്ടേ? അപ്പോൾ നോമ്പ് തുറക്കണം, സമയമായാൽ നോമ്പ് തുറക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും കണക്കാക്കേണ്ടതും ഇത് തന്നെയാണ് പിന്തുടരേണ്ടതും. പിന്നെ പറഞ്ഞല്ലോ, നോമ്പ് തുറക്കുന്ന സമയത്തിൻ്റെ പ്രാധാന്യം, ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം കൂടുതലുണ്ട്. അല്ലെങ്കിൽ 3 ആളുകളുടെ പ്രാർത്ഥന തട്ടൂല. അത് പറഞ്ഞതിൽ ഒരാൾ ആരാണ്? നോമ്പുകാരനാണ്. നോമ്പുകാരൻ നോമ്പ് നോറ്റ് നോമ്പ് തുറക്കുന്നത് വരെയുള്ള പ്രാർത്ഥന തടയപ്പെടുകയില്ല. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഹദീസിൽ കാണാം, നോമ്പുകാരൻ്റെ പ്രാർത്ഥന തടയപ്പെടുകയില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ കേരളത്തിന് പുറത്ത് പോയാൽ ആളുകൾ ഇങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അവർ 2 കൈയും മേൽപോട്ട് ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ അവർ ഇത് മനസ്സിലാക്കി, ഈ സമയത്തിൻ്റെ പ്രാധാന്യം, ദുആൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ദുആ ചെയ്യും. പക്ഷെ കേരളത്തിൽ അങ്ങനെ, നമ്മുടെ മലയാളികൾക്കിടയിൽ അങ്ങനെ ഒരു ശീലം വന്നിട്ടില്ല. പ്രത്യേകിച്ച് വീടുകളിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇഫ്താറിൻ്റെ സമയത്ത് കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നോമ്പ് തുറക്കുന്നതിൻ്റെ ആ സമയത്ത് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ സമയത്തായിരിക്കും അടുക്കളയിൽ എല്ലാ തിക്കും തിരക്കുണ്ടാവും. എന്നിട്ട് ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം ഇരിക്കുക. അപ്പോൾ അതിനൊരു സിസ്റ്റം, നേരത്തെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഇരുന്ന് ദുആ ചെയ്ത് നോമ്പ് തുറക്കുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രീതി ഉണ്ടാക്കിയാൽ, അങ്ങനെ ശീലം കൊണ്ടുവന്നാൽ വേഗമുണ്ട്. ഇത് ജസ്റ്റ് ഒരു കരുതലാണല്ലോ ഇതിൽ വേണ്ടത്. അതെ, നേരത്തെ വിഭവങ്ങൾ റെഡിയാവുന്നു, എല്ലാവരും ആ തീന്മേശയ്ക്ക് മുന്നിലിരുന്നുകൊണ്ട് ഒന്ന് ജസ്റ്റ്, ഇനി വലിയൊരു നോമ്പ് തുറ വിഭവ പരിപാടിയൊന്നും അല്ലെങ്കിൽ പോലും ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് നോമ്പ് തുറക്കുകയാണെങ്കിൽ പോലും ജസ്റ്റ് ആ ഒരു സമയത്ത് ഒന്ന് ഇരുന്നിട്ട് റബ്ബനെ ഒന്ന് മനസ്സിൽ കരുതി, റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആവലാദികളും വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് റബ്ബിനോട് ജസ്റ്റ് ഒന്ന് പങ്കുവെക്കാൻ ഒരു സമയം കണ്ടെത്തുന്ന ഒരു ശീലം ഉണ്ടായി വരാമെന്നതിൽ ആവശ്യമുള്ളൂ. അതന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, ആ ഒരു വിഭവത്തിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോഴും അത്രയും വിഭവങ്ങൾ രാവിലെ തൊട്ട് അത്രയും സമയം പട്ടിണി കിടന്നിട്ടും ആ ഭക്ഷണം മുന്നിൽ നിന്ന് സമയമാവാണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് കിട്ടുന്ന ഒരു ഭക്ഷണം മുന്നിലുണ്ടായിട്ട് പോലും അത് കഴിക്കാൻ റബ്ബിൻ്റെ അനുമതിക്ക് വേണ്ടി ഈ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം. നോമ്പുതുറയെ പെട്ടെന്നാക്കുന്ന കാലത്തോളം ജനങ്ങൾക്ക് നന്മ ഉണ്ടാകുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചോ നമുക്ക് കാണാം. സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതിൽ നിസ്കാരവും ഇതൊക്കെ തെറ്റുന്നതോ ഒക്കെ ആയുള്ള സാഹചര്യം വരികയാണെങ്കിൽ മാത്രമാണ് അതിലൊക്കെ ഒരു കരുതൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്തടത്തൊക്കെ നോമ്പ് തുറയെ മുൻനിർത്തണം എന്നുള്ളതാണ്. ഈ നോമ്പ് തുറയെ നമ്മളിങ്ങനെ പറയുമ്പോൾ, ഇഫ്താറിനെ പറയുമ്പോൾ, ഇന്ന് യാത്രക്കാർ വർദ്ധിച്ചൊരു കാലമാണ്. അതെ, യാത്രക്കാർ നോമ്പ് തുറക്കുക എന്നുള്ളത് ഒരു ദീർഘ യാത്രക്കാരനെ സംബന്ധിച്ചോളം അതൊരു ടാസ്ക്കാണ്. പള്ളികൾ കാണണം, റോഡിൻ്റെ സൈഡുകളിലുള്ള പള്ളികളുണ്ടെങ്കിൽ പള്ളികളിൽ ഉണ്ടാവും. എന്നാൽ അതിനേക്കാളും ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റീല് വന്നല്ലോ, ഒരു കൂട്ടുകാരൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഫ്താറിൻ്റെ SYSൻ്റെ ഇഫ്താർ ഖൈമയിൽ നിന്ന് കിട്ടിയ ഇഫ്താറിൻ്റെ വിഭവം അതിൽ സന്തോഷിച്ചുകൊണ്ട് ആ കൂട്ടുകാരൻ പങ്കുവെച്ച ഒരു റീല്. അപ്പോൾ അത്തരം സാധനങ്ങൾ SYSൻ്റെ എല്ലാ ടൗണുകളിലും, SYSൻ്റെ ഇഫ്താർ ഖൈമകൾ എല്ലാ വഴിയോരങ്ങളിലും ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന രൂപത്തിൽ അതിനെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അത്
ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. കാരണം അതെ അതെ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് വിശക്കുന്ന ആൾ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അതെ അതെ ഈ SYSൻ്റെ ഇഫ്താറിൽ തന്നെ അതിൽ പങ്കാളികളാകുന്ന അതിനുവേണ്ടി അതിന് വളണ്ടിയേഴ്സായിട്ട് വരുന്ന പ്രവർത്തകരോട് അനുഭവങ്ങളൊക്കെ ചോദിച്ചാൽ അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ ആക്കോടിലെ ഒരു സംഭവം ഒരു ചെറിയ റീല് നമ്മൾ കണ്ടുപോയതാണ്. അതെ അതെ ഇതിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ദിവസവും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ ഒരു സമയത്ത് ഒരു നോമ്പ് തുറക്കുന്നു, ഇപ്പോൾ അതിലെങ്ങനെയാവാം, ചിലപ്പോൾ ബന്ധു വീട്ടിലേക്ക് നോമ്പ് തുറക്ക് വേണ്ടി പുറപ്പെട്ടവരാകാം. അതിൽ വഴിയിൽ എന്തെങ്കിലും തടസ്സം വന്നു, ഒരല്പസമയം വൈകി. പക്ഷേ സമയമായാൽ നോമ്പ് തുറക്കാൻ സാഹചര്യം വേറെ ഉണ്ടാവില്ലല്ലോ, ദൂരയാത്രക്കാരുണ്ടാകാം. ഇങ്ങനെ പല ആളുകളെയും പലപ്പോഴും നമ്മൾ കാണുന്നു. ആ ജസ്റ്റ് ആ നോമ്പ് തുറക്കുള്ള ആ ചെറിയ വിഭവങ്ങളടങ്ങിയ ഒരു കയ്യിലേക്ക് എത്തുമ്പോൾ ആ നോമ്പ് തുറക്കാനുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഒരു 3 നമ്മുടെ ചെറിയ പിള്ളേർ വന്നിട്ട് കോളേജുകളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. 3 പെട്ടെന്ന് ബാങ്ക് കൊടുക്കുന്ന ഇതിൻ്റെ തൊട്ട് സമയത്ത് നമ്മുടെ ഇഫ്താർ ഖൈമയിലെത്തിയിട്ട് ഒരു കാരക്കൻ്റെ പൊട്ട് കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അതായത് നോമ്പ് തുറക്കണമല്ലോ, ആ രാവിലെ മുതൽ എന്തിനാണ് നോറ്റിരുന്നത്, ഈ നോമ്പ് തുറയെ കാത്തിരിക്കുകയാണ്. അവർ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല, പക്ഷേ നോമ്പ് തുറക്കണം, സമയമായി കഴിഞ്ഞു. അപ്പോൾ ഇഫ്താർ ഖൈമയിലേക്ക് ഓടി വന്നിട്ട് അവർ ചോദിക്കണം, ഒരു കാരക്കയുടെ പൊട്ട് കിട്ടുമോ എന്ന് ചോദിക്കാൻ. സമാനമായി അവിടെ നിന്ന് തന്നെ ഒരു അനുഭവം, ഒരു ഫാമിലി വരുന്നു, ഇത് കണ്ടാൽ തന്നെ ദീർഘയാത്രക്കാരാണ്. അവർ വാങ്ങിൻ്റെ തൊട്ട് മുന്നേ എത്തുന്നു, എന്തെങ്കിലും ഉണ്ടോ, വെള്ളമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാണുമ്പോൾ അവരുടെ ആ ഒരു സമയത്ത് അവർക്ക് ഈ പ്രവർത്തകർ ഇത് നൽകിയിട്ട് അവരുടെ ഉള്ളിൽ വരുന്ന ഒരു ആശ്വാസം, ഒരു സന്തോഷം. ഇതിന് കിട്ടുന്ന ഈ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ ഇത് നൽകുന്ന വളണ്ടിയേഴ്സും അതിലേക്ക് സംഭാവന കൊടുക്കുന്ന ആളുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച സമയത്ത് ഒരു സഹാബി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് സഹാബി വീട്ടുകാരോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഇഫ്താറോ അല്ലല്ലോ സാധാരണ ദിവസം ഒരു രാത്രി സമയത്ത് മുത്തുനബിയും സ്വഹാബത്തും പള്ളിയിലുണ്ടാകുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഇന്നി ജാഇയുൻ യാ റസൂലല്ലാഹ്, നബി എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് മുത്തുനബി ചോദിക്കണേ, ആരാണ് ഇയാളെന്ന് സൽക്കരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഒരു അൻസാരിയായ സ്വഹാബി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്, നബി ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്നിട്ട് കൊണ്ടുപോകുന്ന ആളെ വീട്ടിൽ നിറയെ വിഭവങ്ങളൊന്നും ഉണ്ടായിട്ടല്ലല്ലോ കൊണ്ടുപോകുന്നത്, അവിടെ സംഭവം പറയണ്ടല്ലോ. അദ്ദേഹം വീട്ടിലെത്തുന്നു, ഭാര്യയോട് ചോദിക്കുന്നു എന്താ അവിടെ ഉള്ളത് ചോദിക്കുകയാണ്, നമുക്ക് ഇന്നൊരു അതിഥി വന്നാണ്. അപ്പോൾ ഭാര്യ അറിയാണ്, ഇന്ന് മക്കൾക്ക് കൊടുക്കാൻ എടുത്തു വെച്ച കുറച്ച് ഫുഡാണ് ഇനിയുള്ളത് എന്ന് പറയുമ്പോൾ, ഈ മക്കളെ എങ്ങനെയെങ്കിലും ഓർക്ക് നമുക്ക് നമ്മളെ അതിഥിയെ ഇന്ന് സൽക്കരിക്കാം എന്ന് പറയാൻ. എന്നിട്ട് ആ തീന്മേശയിൽ അത് കൊണ്ടുവെക്കുന്നതും എന്നിട്ട് ലൈറ്റ് അണച്ചുകൊണ്ട് സ്വന്തം ഭക്ഷിക്കുന്നത് പോലെ കാണിച്ച് അതിഥിയെ വയറ് നിറച്ച് ഭക്ഷിപ്പിക്കുന്ന കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അതിൻ്റെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടല്ലോ ആ ഒരു പ്രതിഫലത്തെ പറ്റിയിട്ട്. അപ്പോൾ ഇത് ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെ SYSൻ്റെ പ്രവർത്തകർ ഇഫ്താറിന് വേണ്ടിയിട്ട് സ്വരൂപിക്കുമ്പോൾ അതിലേക്ക് സംഭാവന കൊടുക്കുന്നത്. അത്തരം പ്രതിഫലം ഒരു സാധാരണ വിശക്കുന്ന ആൾക്ക് കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം അത്ര ആണെങ്കിൽ ഇഫ്താറിന് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ നേട്ടം ആഗ്രഹിച്ചുകൊണ്ടാണ് സമൂഹം കൊടുക്കുന്നത്. അങ്ങനെ ആണെങ്കിലും ഇന്ന് ഈ ഇഫ്താർ വലിയ ട്രെൻഡായി, തീന്മേശ നിറയെ വിഭവങ്ങൾ ഒരുക്കി ഇത് വേസ്റ്റായി പോകുന്നൊരു സാഹചര്യം നിലവിലുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അതിലൊരു സൂക്ഷ്മത വരേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഫ്താർ സംഗമങ്ങൾ എന്ന് പറഞ്ഞ് വളരെ നല്ല സന്തോഷത്തിൽ പരസ്പരം സൗഹാർദ്ദം പങ്കിടുമ്പോഴും അവിടെ ഈ ഒരു സൗഹാർദ്ദത്തിൻ്റെ പേരിൽ ഇസ്ലാമിക ചിട്ടകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അഥവാ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ ഒരു ജാഗ്രത വരണമെന്നേ ഉള്ളൂ. ആളുകൾക്കിടയിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ഇഫ്താർ ഒരുക്കലുകളൊക്കെ ഭക്ഷണം കൊടുക്കലൊക്കെ വ്യാപിച്ചിട്ട് തന്നെയാണ്. നമ്മളെ നാടിന് കിട്ടിയ ഒരു അഭിവൃദ്ധിക്കും പുരോഗതിക്കൊക്കെ അനുസരിച്ച് അത്തരം വിഷയങ്ങളിലും നമ്മുടെ നാട്ടിൽ വ്യാപനം ഉണ്ടായിട്ടുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിലും ഇപ്പോൾ SSF ഇന്ത്യക്ക് കീഴിൽ ഇഫ്താർ കൊടുക്കുന്ന സമയത്ത് അവിടെ പിഞ്ചു കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ തിക്കും തിരക്കും കൂട്ടാണ്. അവർക്ക് ഭക്ഷണമാണ് വേണ്ടത്. അതെ, ഒരു കുപ്പി വെള്ളം, ഒരു ഫ്രൂട്ട്സിൻ്റെ കഷ്ണം, ഇതൊക്കെ കൊടുത്താൽ പോലും അവർ വയറ് നിറച്ചതുപോലെയാണ് അവരതിനെ. മറ്റു സംസ്ഥാനങ്ങളിൽ വരെ ഇത്തരം സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇടപെട്ടാൽ ഇനിയും എല്ലാ നാട്ടിലും ഈ ഇഫ്താർ ഒരുക്കുന്നതിലേക്ക് നമ്മുടെ വീട്ടിലെ ഒരു അത്രയും ഒരു ആർഭാടം കുറച്ച് അതിൽ നിന്നൊരു പങ്ക് അവർക്കും കൂടി കൊടുക്കാൻ പറ്റും. കിടക്കുന്ന മനുഷ്യരിലേക്ക് കൊടുത്താൽ അതിൻ്റെ ഒരു പുണ്യത്തിനാണ്. അതും റമദാനിലാകാം ഇഫ്താറിനാവാം എന്നുള്ളതൊക്കെ വലിയ അത്ര ഗൗരവത്തിൽ തന്നെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ നേരത്തെ പഴയകാലം പോലെയല്ലല്ലോ, ഇപ്പോൾ അത് വെളിപ്പുറത്തും നമ്മുടെ കാണാപ്പുറത്തൊക്കെ തന്നെയാണ് നമ്മുടെ തൊട്ട് സംസ്ഥാനങ്ങളെന്നൊക്കെ പറയുന്നത്. അവിടേക്കൊക്കെ നമുക്ക് നമ്മുടെ കണ്ണെത്താനും നമ്മളെ കരുതലെത്തേണ്ടതും
ഉണ്ട് എന്നതിൽ നമുക്ക് സംശയമില്ല. അപ്പോൾ അതിന് മാറ്റി വെക്കുന്ന ഒരു സിസ്റ്റം, അതുപോലെ സ്വന്തം കുടുംബങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ ഇഫ്താർ പരിഗണിക്കുക. അയൽവാസിയിൽ പാവപ്പെട്ട ഭക്ഷണത്തിന് നമ്മൾ മുൻകാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്ന വലിയൊരു ശീലമാണ്, വീട്ടിൽ ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കിയാൽ, വീട്ടിൽ ഒരു പുതിയ വിഭവം ഉണ്ടാക്കിയാൽ അതിൽ നിന്നൊരു പങ്ക് തൊട്ട് അയൽവക്കങ്ങളിലേക്ക് എത്തും. എന്നുവെച്ചാൽ പഴയ കാലത്ത് നോമ്പ് നോൽക്കുന്നത് പട്ടിണി നോൽക്കായിരുന്നു. ഒരു അപ്പോൾ അത്രയും കഷ്ടപ്പാടിൽ നിന്നാണ് നമ്മുടെ സമൂഹം ഇത്രയും അന്നത്തെ നോമ്പ് തുറക്കുള്ളത് ഒരു ഗ്ലാസ് വെള്ളവും പഴവുമാണ്. അതാണ് നോമ്പ് തുറക്ക് തന്നെ ഉണ്ടാവുക. ആ സാഹചര്യത്തിൽ നിന്നാണ് റബ്ബ് നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു വലിയ അഭിവൃദ്ധി റബ്ബ് കനിഞ്ഞാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ നമുക്ക് വലിയ ജാഗ്രതയും കരുതലും ഇല്ലെങ്കിൽ ഇത് നമ്മുടെ നാടിനൊരു ഭവിഷ്യത്തായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് അപ്പോൾ എന്തായാലും കാര്യങ്ങൾ പോകാതെ ജാഗ്രത ഉണ്ടാവണം. നോമ്പ് തുറക്കുന്ന സമയം ഈ സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ വീടുകളിൽ തന്നെ ആ സമയത്ത് ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും കൂടി ഈ ഒരു ഇഫ്താർ സംഗമങ്ങൾ മാറിയാൽ അത് ഇനിയും തുടരണം. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം.